നിങ്ങൾ കാണുന്നില്ലേ? ആരും പറയുന്നത് കേൾക്കുന്നില്ല. നിർത്ത് നിർത്ത് പ്ലീസ് പ്ലീസ്. പറഞ്ഞില്ലേ? ഞാനൊന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ. എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോണം. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ. ഇവിടെ ഇരിക്കെ. വി ആർ സോറി സർ. എൻട്രിയുടെ സമയത്ത് നമ്മൾ എല്ലാരും ചെക്ക് ചെയ്തിരുന്നു. ബട്ട് അറിയില്ല എങ്ങനെയാണ് ഇവർക്ക്. അതെന്താ നിങ്ങൾക്ക് അറിയാത്തത്? ഇതൊരു കോൺസെർട്ട് അല്ലേ? അവിടേക്ക് വരുമ്പോ ആരാ കല്ലും കൊണ്ട് വരുന്നത്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആൾക്കാര് ബോക്സിൽ നിന്ന് കല്ലെടുത്ത് എറിയുന്നത്. ഫാൻസ് ഇങ്ങനൊന്നും ചെയ്യില്ല. എന്തായാലും ഇത് കണ്ടുപിടിച്ചേ പറ്റൂ ആരാ ഇതിന് പുറകില്ലെന്ന്. ഫാൻസിന് ഇദ്ദേഹത്തോട് വളരെ സ്നേഹം. ഇദ്ദേഹം ചെയ്യുന്നതെല്ലാം ഫാൻസിന് വേണ്ടിയാ. എല്ലാ പാട്ടുകളും അവർക്ക് വേണ്ടിയാ പാടുന്നത്. പിന്നെ ഈ ഫാൻസ് എന്തിനിങ്ങനെ ചെയ്യണം? ബട്ട് മാം, സർ ഷോയുടെ ഇടയ്ക്ക് വെച്ച് തന്നെ സോങ് നിർത്തിയിരുന്നു. പിന്നെ പുറകിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫാൻസ് ബഹളം വെച്ചത്. ബട്ട് സാരമില്ല, ഞാൻ ഒന്നുകൂടെ പോയി ചെക്ക് ചെയ്യട്ടെ. വരൂ. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് പാട്ട് നിർത്തിയെന്നോ? മുമ്പൊരിക്കലും ഇങ്ങനെ ഉണ്ടായതായിട്ട് എനിക്ക് അറിയില്ലല്ലോ. പിന്നെ ഇന്ന് എന്താ പറ്റി? എന്തോ എനിക്കറിയില്ല. അറിയില്ലെന്ന് പറഞ്ഞ ആൾക്കാര് നിങ്ങളെ കല്ലെറിയായിരുന്നില്ലേ? അപ്പൊ നിങ്ങൾ മിണ്ടാതെ നിന്നതെന്താ? ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ബാക്ക് സ്റ്റേജിലേക്കെങ്കിലും പോകാമായിരുന്നില്ലേ? നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഒട്ടും തന്നെ ചിന്തയില്ലേ? നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ ജീവിതം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതെന്ന്. ഹൗ കൻ യു ബി സോ കെയർലെസ്? നിങ്ങൾ ആ അവസ്ഥയെ കണ്ടപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചു. നിനക്കറിയോ നിന്റെ മെസ്സേജ് കണ്ടപ്പോ എന്റെ അവസ്ഥ എന്തായിരുന്നു? നീ എനിക്ക് പ്രോമിസ് വന്നിരുന്നല്ലേ ഷോ തുടങ്ങുമ്പോഴേക്കും നീ എത്തുന്നു. എന്നിട്ടും നീ എന്താ വരാത്തെ? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ ഷോയ്ക്ക് എത്തുന്നു. മെസ്സേജ്? ഏത് മെസ്സേജിന്റെ കാര്യം പറയുന്നത്? ആ മെസ്സേജ് തന്നെ. നിനക്ക് ആക്സിഡന്റ് ആയെന്ന് ഒരു അൺനോൺ നമ്പറിൽ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നിരുന്നു. ഞാൻ ആകെ ഭയന്നു പോയി. എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് തോന്നി എന്റെ ലൈഫിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല എന്ന്. സ്റ്റേജിൽ കയറിയപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. എന്റെ കൺമുന്നിൽ നിന്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പതാ നീ മുന്നിലെത്തിയപ്പോ എന്നെ ഇങ്ങനെ അതിശയത്തോടെ നോക്കിയെന്ന് വേണ്ട. നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ എന്താ പറയുന്നതെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തിനെ കുറിച്ചായി പറയുന്നതെന്ന്. ഇനി അഥവാ മനസ്സിലായാൽ പോലും നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ നാളെ പോവേണ്ടവളാണെന്ന്. എന്നോട് പ്രോമിസ് ചെയ്യുന്നു, ഇന്ന് എന്റെ സ്നേഹം എന്താണെന്ന് നീ അറിയും.
നിനക്ക് മനസ്സിലാവുന്നില്ലായിരിക്കാം, പക്ഷേ നിനക്ക് ഫീൽ ചെയ്യാൻ കഴിയുമല്ലോ. ഇനിയെങ്കിലും മനസ്സിലാക്കൂ പ്രിയ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഐ ലവ് യു. നിന്റെ ഒരു ശ്രുതിയോ അന്തിലാണ് നിന്റെ പോലെ മിന്നി വഴിനീ. ഞാൻ പറയുന്നത് എവറിത്തിങ്സ് ക്ലിയർ സാർ. അത് കുറച്ച് ചീപ്പ് ടൈപ്പിലുള്ള ആൾക്കാരായിരുന്നു. അവർക്കാരോ പണം കൊടുത്ത് ചെയ്യിച്ചതാണ്. ഞങ്ങൾ ആ 4 ഗുണ്ടകളെയും പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരോ? ബാക്കി എല്ലാവരും ഇപ്പോഴും കാത്തിരിക്കുകയാണ് സാർ. സാർ ഇപ്പം അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. Who am I? റോക്ക് സ്റ്റാർ. So it's time to rock the show. ഓക്കെ സാർ. ഈ ഷോ തുടങ്ങി വെച്ചത് അവരാണെങ്കിൽ അവസാനിപ്പിക്കുന്ന ഞാനായിരിക്കും. ഇന്ന് നടന്ന റോക്ക് സ്റ്റാർ അബിയുടെ കോൺസെർട്ട് അപ്രതീക്ഷിതമായി നിർത്തേണ്ടി വന്നു. പറയപ്പെടുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്ത് കുറച്ചുപേർ റോക്ക് സ്റ്റാർ അബിയുടെ പുറത്ത് കല്ലെറിയുകയായിരുന്നു. വിചിത്രമായി തോന്നിയ കാര്യം ഇതായിരുന്നു, അഭിഷേക് മേനോനെ ആളുകൾ കല്ലെറിയുന്ന സമയത്ത് അദ്ദേഹം ആ സ്റ്റേജിൽ നിന്നും മാറിയതേയില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ വൈഫിന് ആ സ്റ്റേജിൽ വന്ന് അദ്ദേഹത്തെ രക്ഷിക്കേണ്ടി വന്നത്. മ്യൂസിക്കൽ കോൺസെർട്ടിന് പോകുമ്പോൾ നിങ്ങൾക്ക് പാട്ടുകൾ മാത്രമാണ് കേൾക്കാൻ കഴിയുക. പക്ഷെ സ്നേഹത്തിന്റെ ഈ കാഴ്ച ഒരു പക്ഷെ റോക്ക് സ്റ്റാർ അബിയുടെ ഷോയിൽ മാത്രമേ കാണാൻ സാധിക്കൂ. പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് ഡേയില് ഈ കപ്പിൾസ് ഇത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്, ഈ ലോകത്ത് സ്നേഹത്തിനേക്കാൾ വലുത് മറ്റൊന്നുമില്ലെന്ന്. ചേച്ചി, നിങ്ങളെ പ്രിയ പറഞ്ഞ സമ്മതിച്ച എന്തിനാ? നോക്ക്, ഇവര് പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇവർക്ക് എങ്ങനെ പരസ്പരം പിരിഞ്ഞിരിക്കാൻ സാധിക്കും? ഒരു പിതാവിനെ സ്വന്തം കുഞ്ഞിൽ നിന്ന് അകറ്റുന്നത് തെറ്റാണെങ്കിൽ പിന്നെ സ്നേഹിക്കുന്നവരെ തമ്മിൽ അകറ്റുന്നത് എന്താ തെറ്റല്ലേ? ഹിന്ദു, നിനക്ക് എന്തു തോന്നുന്നു? ഞാൻ ഇവരെ രണ്ടുപേരെയും അകറ്റാൻ പ്രിയ പറഞ്ഞത് സമ്മതിച്ചെന്നാണോ? ഞാൻ ഈ തീരുമാനം ഇവർക്ക് രണ്ടുപേർക്കും വിട്ടുകൊടുത്തതിന്റെ കാരണം തന്നെ ഇവരുടെ കാര്യത്തിൽ ഒരു വിശ്വാസമുണ്ട് എനിക്ക്. ഇവരുടെ സ്നേഹമുണ്ടല്ലോ, ഇവരെ തമ്മിൽ അകലാൻ സമ്മതിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം ഇതാണ്, അവർക്കും അത് തോന്നുന്നുണ്ടാവില്ലേ? അവർ രണ്ടുപേരും ജനിച്ചത് തന്നെ പരസ്പരം ഒന്നിക്കാനാണെന്ന്. പ്രിയ ഇനി അഭിയെങ്ങാനും സമ്മതിപ്പിച്ചാലോ? Rockstar. मैं rockstar. Rockstar. നിങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കൺഫെഷൻ നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ലവ് സോങ്സ് ഞാൻ പാടിയിട്ടുണ്ട്. അതൊന്നും നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല. പകരം ഞാൻ നിങ്ങളെയൊക്കെ വിഡ്ഢികളാക്കുകയായിരുന്നു. യെസ്, I have been making a fool out of you all. എനിക്ക് സ്നേഹത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് സ്നേഹിക്കുന്നവർ അവരുടെ ലൈഫ് വേസ്റ്റ് ചെയ്യുകയാണെന്നായിരുന്നു. എന്നിട്ട് ഞാൻ പ്രണയത്തെക്കുറിച്ച് പാടി. ഞാൻ ചിന്തിച്ചത് പ്രണയത്തിൽ അന്ധന്മാരായ ഭ്രാന്തന്മാരെ എല്ലാം വീണ്ടും ഭ്രാന്തന്മാരാക്കുക എന്നായിരുന്നു. പ്രണയത്തിന്റെ പേരിൽ പണം സമ്പാദിച്ചു. പ്രണയം അത് നിങ്ങളുടെ എല്ലാം ബലഹീനതയായിരുന്നുവെങ്കിൽ ആ ബലഹീനതയെ ഞാൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ചിലപ്പോൾ നിങ്ങളെയൊക്കെ വഞ്ചിച്ചതിനുള്ള ശിക്ഷയായിരിക്കും എനിക്കിന്ന് കിട്ടിയത്. ആൻഡ് ഐ തിങ്ക് ഐ ഡിസേർവ് ഇറ്റ്. ഐ ആബ്സല്യൂട്ട്ലി ഡു. ഇന്ന് വരെ ഞാൻ എത്രയോ പാട്ടുകൾ പാടി, പക്ഷെ ഞാൻ അതൊന്നും ഫീൽ ചെയ്ത് പാടിയതായിരുന്നില്ല. എന്നാൽ ഇന്നു മുതൽ ഞാൻ പാടാൻ പോകുന്ന ഓരോ പാട്ടുകളും എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ തവണ പാടിയ പാട്ടുകളായിരിക്കില്ല ഹിറ്റാകാൻ പോകുന്നത്, മറിച്ച് നിങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ തൊടുന്ന പാട്ടുകളായിരിക്കും ഹിറ്റാവുന്നത്.
And on this eve of Friendship Day, I have a confession to make. I am in love. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഇന്ന് പ്രണയത്തിൽ ഭ്രാന്തായിരിക്കുകയാണ്. And I don't care if somebody calls me a loser. പിന്നെ ഇന്നത്തെ ഈവനിങ് എന്റെ വക ആ ലൂസേഴ്സിന് വേണ്ടിയാണ്. പ്രണയിച്ച് സ്വന്തം ജീവിതത്തെ ഒരു ഭ്രാന്താക്കിയവർക്ക്. താങ്ക് യു ആൻഡ് ഐ ലവ് യു. നീ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ശത്രുവിന്റെ ജയം ചെറുതാകാൻ പോകുന്നില്ല. അവൻ ജയിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ നമ്മുടെ ഭാഗം ഭംഗിയാക്കിയില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്ലാൻ ഈ ഇടയ്ക്കൊന്നും ഒരിക്കലും വിജയിക്കാനേ പോകുന്നില്ല എന്നാണ് രാജേട്ടാ. നിങ്ങൾക്കറിയോ, ഇത്രയധികം പ്ലാനുകൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി അതെല്ലാം ആ പ്രിയ വന്ന അവസാന മൊമെന്റിൽ എല്ലാം തകർത്ത് തരിപ്പണമാക്കി. എത്ര ഫുൾ പ്രൂഫ് പ്ലാനാ നമ്മൾ ഉണ്ടാക്കിയത്. ഒറ്റ മിനിറ്റിൽ ഷീ സ്പോയിൽഡ് ഇറ്റ്. അറിയോ എത്ര മെസ്സേജസ് എനിക്ക് വന്നെന്ന്? വായിക്കാൻ ഞാനത്. അഭിഷേക് മേനോന്റെ ഏറ്റവും മികച്ചതും വലിയതുമായ കോൺസേർട്ട്
ബ്രേക്കിംഗ് ന്യൂസിൽ ന്യൂസ് കാണിച്ചോണ്ടിരിക്കാം. അതായത് ഇന്ന് വരെ ഉള്ളതിൽ ഇത്രയും വലിയ കോൺസേർട്ട് മുമ്പ് ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് എ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. ഇതെല്ലാം ആ പ്രിയ ഒറ്റ ഒരാൾ കാരണം. നമ്മൾ അവിടെ പോയത് അഭിഷേക് മേനോനെ ഫ്ലോപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ. അയാളുടെ മുഴുവൻ കോൺസേർട്ടും നശിപ്പിക്കാൻ വേണ്ടിയാ. അത് നടന്നില്ലെന്ന് മാത്രമല്ല, നേരെ തല തിരിഞ്ഞു വരുകയും ചെയ്തു. അത് മാത്രോ, അത് കുറച്ചുകൂടി വലിയ ഹിറ്റ് ആവുകയും ചെയ്തു. നല്ല കാര്യമല്ലേ അത്? എന്ത് ഗുഡാ ഇതിലുള്ളത്? അലിയ, ഇപ്പൊ ശത്രുവിന്റെ ശക്തി ആവശ്യത്തിലധികമാകുന്നോ? പിന്നീട് അത് അയാളുടെ ദൗർബല്യമാവും. അബിയുടെ കോൺസെർട്ട് ഹിറ്റായാൽ അത് നമുക്ക് വളരെ ഉപകാരം ചെയ്യും. അവൻ എത്ര ഉയർത്തി പോകാൻ ആഗ്രഹിക്കുന്നോ അത്രയ്ക്ക് മുകളിലേക്ക് പോകട്ടെ. ഉയരത്തിലേക്ക് പോകും തോറും താഴേക്കുള്ള വീഴ്ച ഭയങ്കരമായിരിക്കും. മാത്രമല്ല, ഇപ്പം നമ്മൾ അവനുമായിട്ട് ഡയറക്റ്റ് വാറിന് പോകണ്ട. നമുക്ക് അവൻ്റെ ബേസിൽ അറ്റാക്ക് ചെയ്യാം. ഏട്ടൻ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് വ്യക്തമായിട്ട് പറയൂ. നീ മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിനക്ക് തന്നെ അറിയില്ല നീ ആഗ്രഹിക്കുന്ന എന്തൊക്കെയാണെന്ന്. പകരം വീട്ടിലാണോ അതോ നിന്റെ പ്രണയോ? അല്ല, ചിലപ്പോൾ നിനക്ക് നിന്റെ പ്രണയം നാളെ തിരിച്ചു കിട്ടിയേക്കാം. പക്ഷെ അബി എന്നിൽ നിന്ന് എന്താണോ പിടിച്ചെടുത്തത് അതെനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. എൻ്റെ അഭിമാനവും വിശ്വാസ്യതയും, ഈ രണ്ട് കാര്യങ്ങളുടെയും വില ഒരാൾക്ക് ഒരിക്കലും തിരിച്ചു തരാൻ കഴിയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ അതിന് പ്രതികാരമേ ചെയ്യൂ. നിനക്കെന്താ, നാളെ അഭി നിന്റെ കല്യാണം പ്രണവുമായി നടത്തി കഴിഞ്ഞാൽ നിന്റെ പ്രതികാരം അവസാനിച്ചു. പക്ഷെ എനിക്കെന്നും അവൻ എൻ്റെ ശത്രുവായി തന്നെ അവശേഷിക്കും. നീ ആദ്യം ഡിസൈഡ് ചെയ്യേ, നീ ആരുടെ സൈഡ് നിൽക്കുമെന്ന്. കാരണം നമ്മൾ ആരുടെയും ആരും അല്ലാതായ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്താ, നിനക്ക് സാരി ഇഷ്ടപ്പെട്ടില്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ തന്ന ഈ ചെയിൻ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു? എന്ത്? ഞാൻ നിങ്ങളെപ്പോഴും ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ എൻ്റെ പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ച് ആ അവസാനത്തെ സോങ്. നമ്മളെപ്പോ വീടെത്തും? ഒരിക്കലും എത്തില്ല. തമാശ പറയാതിരിക്കൂ, പറയുന്നേ. ഞാൻ തമാശ പറയല്ല. മുന്നിൽ കാണുന്നില്ല നീ? ഈ വഴിയുണ്ടല്ലോ, എവിടേക്ക് വേണമെങ്കിലും നമ്മളെ കൊണ്ടുപോകും. പക്ഷെ എവിടെ ചെന്നെത്തുമെന്ന് അത് മാത്രം അറിയില്ല. ചിലപ്പോഴൊക്കെ ലൈഫിൻ്റെ ഡെസ്റ്റിനി അറിയാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുപോലെ ഈ യാത്രയുടെ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഈ യാത്രയുടെ അവസാനം അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. വേറെ ഏതെങ്കിലും ദിവസമാവാം. ഇന്നെനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. നോക്കു പ്രിയ, ഈ വഴിയിൽ നിന്ന് ഇപ്പോൾ പിന്മാറിയാലുണ്ടല്ലോ, പിന്നീട് ഒരിക്കലും അത് തിരിച്ചു പിടിക്കാൻ എനിക്ക് കഴിയില്ല. ഇന്ന് വളരെ പാടുപെട്ടാണ് ഞാൻ ഈ വഴിയിലൂടെ പോകാനുള്ള തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പിന്മാറാനും പോകുന്നില്ല. എന്തിനാ തന്നെ നീ എന്നോട് ഇങ്ങനെ ചെയ്തത്? കള്ളം പറഞ്ഞ് നീ എന്തിനാ എന്നെ ഡൽഹിയിലേക്ക് അയച്ചത്? സ്നേഹമാണെന്ന് നാടകം കളിച്ച് നീ എന്നെ മണ്ടനാക്കി തീർക്കുകയായിരുന്നു അല്ലേ? നിഖിൽ, ഞാൻ നിന്നെ മണ്ടനൊന്നും ആക്കിയിട്ടില്ല. ഒരു കള്ളവും പറഞ്ഞിട്ടില്ല ഞാൻ. ഇൻഫാക്ട് എനിക്ക് അറിയത്ത പോലുള്ള നീ ഇവിടുന്ന് പോകുമ്പോ തന്നെ അവിടെ എന്റെ പാരന്റ്സ് ഇവിടേക്ക് വരുമെന്ന കാര്യം പിന്നെ എനിക്ക് നിന്നോട് പറയുന്നുണ്ടായിരുന്നു. You just shut up. സ്നേഹിക്കുകയാണ് ചെയ്തത് നിന്നെ. അതിന്റെ അർത്ഥം നീ പറയുന്ന എല്ലാത്തിനും താളത്തിനൊത്ത് തുള്ളുന്നവനെന്നല്ല, മനസ്സിലായില്ലേ? നീ എന്നെ ഡൽഹിയിലേക്ക് അയച്ചതിനെ പറ്റിയൊന്നും എനിക്കറിയണ്ട. എനിക്കിതേ ഇത് മാത്രമാണ് ആവശ്യം. അതായത് നിന്റെ ആ സത്യം, നീ പ്രഗ്നന്റ് ആണെന്നുള്ള സത്യം. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് അച്ചമ്മയ്ക്ക് മനസ്സിലായതിനു ശേഷം മാത്രമാണ് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അബിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. ഇത് നിന്നോട് ആരാ പറഞ്ഞത്? That doesn't matter. മാറ്റർ എന്താണെന്ന് വെച്ചാൽ നീ എന്നോട് കള്ളം പറഞ്ഞു എന്നതാണ്. എന്താ തനു, നീ എന്നിട്ട് കളിപ്പിക്കുകയാണോ? ഞാൻ ഒരു ഗെയിമും കളിക്കുന്നില്ല നിഖിൽ. തനു, ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞല്ലേ, ഞാൻ നിന്നെ സ്നേഹിക്കുകയാണെന്ന്. ഞാൻ സന്തോഷം കാണാൻ ആഗ്രഹിക്കുകയാണ് നിന്റെ. ഇനി നിന്റെ സന്തോഷം അബിയുടെ കൂടെയാണെങ്കിൽ പിന്നെ കല്യാണം കഴിക്കവനെ എനിക്കതും സമ്മതമാണ്. നിഖിൽ,
ഇവനിവിടെ എന്ത് ചെയ്യാ? പക്ഷെ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ അനുവദിക്കില്ല. കാര്യം നീ അവനോട് സത്യം പറയാതിരുന്നാൽ നിന്റെ വയറ്റിൽ വളരുന്ന കൊച്ച് അവൻ്റേതല്ല, എന്റേതാണെന്ന്. ഇനി അതെല്ലാം അറിഞ്ഞിട്ടും അവന് നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ നീ പൊയ്ക്കോ, പോയി കല്യാണം കഴിക്കവനെ. എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഇനി കള്ളം പറഞ്ഞിട്ടാണെങ്കിൽ നീ അവനെ കല്യാണം കഴിച്ചാൽ നിന്റെയും അബിയുടെയും ലൈഫിനിടയിൽ ഞാൻ എപ്പോഴും ഒരു വില്ലനായിരിക്കും. ഇനി നീ തന്നെ ഡിസൈഡ് ചെയ്തോ, സത്യം നീ പറയുന്നോ അതോ ഞാൻ പറയണോന്ന്. 24 മണിക്കൂർ തരും ഞാൻ നിനക്ക്, വെറും 24 മണിക്കൂർ. അതിനുശേഷം ഞാൻ നീ പറയുന്നതൊന്നും കേൾക്കില്ല തനു. പിന്നെ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ തമാശയായിട്ട് എടുക്കണ്ട, എങ്കിൽ നിന്റെ അങ്ങോട്ടുള്ള ജീവിതം തമാശ നിറഞ്ഞതായിരിക്കും. നിഖിലിന്റെ കൊച്ചിന്റെ അമ്മയാവാൻ പോന്നോ? ഇവൻ എന്തിനാ എന്നെ വിടാതെ പിന്തുടരുന്നേ? എന്ത് ചെയ്യും? എങ്ങനെ ഈ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യാ? ഐ വിഷ് എല്ലാ മനുഷ്യന്മാർക്കും ഒരു മർഡർ ചെയ്യാനുള്ള പെർമിഷൻ വേണമായിരുന്നു. എങ്കിൽ പിന്നെ ഞാൻ അവനെ കൊന്നു കളഞ്ഞേനെ. നീ ആരെ കൊല്ലാനുള്ള ശ്രമത്തിലാ തനു? കൊല്ലാനോ? ഇതുവരെ ഇല്ല. പിന്നെ നീ എപ്പോ വന്നു? റൈറ്റ് ടൈമിൽ തന്നെ. ഒരുപാട് ക്യാരക്ടർലെസ് ആയിട്ടുള്ള പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് തനു, പക്ഷെ നിന്നെപ്പോലെ ഒരുത്തിയെ ഞാൻ കണ്ടിട്ടില്ല. നിന്റെ പ്രവൃത്തികളൊക്കെ അതിനും മേലെയാണല്ലോ തനു. മൈൻഡ് യുവർ ലാംഗ്വേജ് ആര്യ. നീ എന്റെ സുഹൃത്താണെന്ന് കരുതി എന്തും പറയാനല്ല അതിനർത്ഥം. റിയലി? സുഹൃത്തോ? സുഹൃത്ത് എപ്പോ മുതലാ സീക്രട്സ് ഒക്കെ വെക്കാൻ തുടങ്ങിയത്? എന്ത് സീക്രട്ട്? നീ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ തനു? നാണമില്ലാതെ എന്തുമാത്രം കാര്യങ്ങളാണ് നീ പറഞ്ഞു കഴിഞ്ഞത്. സ്നേഹം എന്റെ സഹോദരന്റെ അടുത്തും കൊച്ചു മറ്റൊരുത്തന്റെ.